ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ആരോൺ കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ കൊല്ലത്തെ ഒരിക്കലും പണി തീരാത്ത പാലമാണ്. പകുതി വെച്ച് പണി നിന്നേക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവൻ എനിക്ക് മുട്ടായി കൊണ്ട് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഋതുവും ആരോൺ എറിഞ്ഞും കൂടെ അവിടെ എല്ലാ സൈക്കിളൊക്കെ ചവിട്ടി ഫുൾ അർമാദിക്കലായിരുന്നു. ഇത് ആരെ വീടാന്ന് വെച്ചാൽ ചേട്ടൻ്റെ വലിയ പപ്പയുടെ വീടാണ്. ഇതാണ് വല്യപ്പയും മമ്മിയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പുറത്ത് വെച്ചാണ് ഒരു റെസ്റ്റോറൻറ്റിൽ, HFC എന്നാണ് പേര്, ഫ്രൈഡ് ചിക്കൻ്റെ. ഇതാണ് അപ്പോൾ സെൽവ ചാച്ചൻ, ആരോൻ്റെ എറിൻ്റെ പപ്പയാണ്. ഞങ്ങളെല്ലാവരും അപ്പോൾ കുറച്ച് നേരം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തു. റോയിച്ചനും അമ്മയും വരാനുണ്ടായിരുന്നു. അവർ ഓഫീസിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവരെ നോക്കി. ഋതു അവിടുത്തെ മെനു ഒക്കെ എടുത്തു വെച്ച് എന്തൊക്കെയോ വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ചാച്ചൻ കേക്ക് തൊട്ടപ്പുറം ക്രൗൺ ബേക്കറി ഉണ്ട്, അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കേക്ക് പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പം റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു 1 kg. അപ്പോൾ കേക്ക് വന്നു കഴിഞ്ഞ് ഉടനെ അമ്മയും റോയിച്ചനും കൂടെ വന്നു. അമ്മ ആരോടൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കോറം പൂർത്തിയായി. അപ്പം കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരുടെ മമ്മി എവിടെയാണെന്ന് വെച്ചാൽ എബ്രോഡിൽ വർക്ക് ചെയ്യുവാണ്. ആൾ നേഴ്സാണ്. അപ്പം എല്ലാ അമ്മമാരെ പോലെ ഒത്തിരി വിഷമത്തോടെയാണ് മക്കളെ പിരിഞ്ഞ് അവിടെ പോയി ജോലി ചെയ്യുന്നത്. പക്ഷേ നമ്മളെ പ്രൊഫഷനും നമുക്ക് വലുതാണല്ലോ, അപ്പം നമ്മളത് ചെയ്യണം. അപ്പോൾ കേക്ക് മുറിക്കാൻ തുടങ്ങി. അപ്പം മെറീനെ കുട്ടി വീഡിയോ കോളിലുണ്ട്. എല്ലാ അമ്മമാരെ പോലെ ഒത്തിരി വിഷമം ഉണ്ട്. അപ്പം ആദ്യം ഞങ്ങളെല്ലാം പറഞ്ഞു, മോനെ മമ്മിക്ക് തന്നെ ഫസ്റ്റ് പീസ് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പം മെറൂന് ചെറിയൊരു സങ്കടമൊക്കെ വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പപ്പയ്ക്ക് കൊടുത്തു. അപ്പാപ്പനും അമ്മാമ്മയ്ക്കും എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. ഋതു എല്ലാം ഇങ്ങനെ മാറി ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതെന്താ എനിക്ക് അച്ചാച്ചൻ കേക്ക് തരാത്തതെന്നാണ് നോക്കുന്നത്. അങ്ങനെ ഋതുവിനും കേക്ക് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും റോയിച്ചന് കൊടുത്തു, എനിക്ക് തന്നു. ഞാനാണ് വീഡിയോഗ്രാഫർ, അതുകൊണ്ട് ഞാൻ സെൽഫി മോഡിലാണ് എടുത്തത്. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുത്തു. അപ്പം ആരോൺകുട്ടൻ ഹാപ്പി ആയിരുന്നു ഇന്ന്. അപ്പോൾ ഏറു ഇങ്ങനെ മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ ഏറുവിനെ വിളിച്ച് കേക്ക് കൊടുത്തു. അപ്പം മമ്മി അവിടെ ഫോണിൽ വീഡിയോ കോളിൽ മമ്മി വിഷമിച്ചിരിക്കുവാണ്. അപ്പം മമ്മീനെ എല്ലാവരും കൂടെ സമാധാനിപ്പിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും അവിടെയൊക്കെ വൈബ് ചെയ്തു. ഫുഡ് വരാൻ കുറച്ച് നേരം എടുക്കും. അത് കഴിഞ്ഞ് അവിടെയുള്ള സ്റ്റാഫിനും നമ്മൾ കേക്ക് ഒക്കെ കൊടുത്തു. പിന്നെ ആരോണിന് എല്ലാവരും ഉമ്മ കൊടുത്തു കേട്ടോ. ഋതുവിന് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. എന്നാലും അവൾ ഫുഡ് വരുന്നെന്ന് പറഞ്ഞപ്പം അവിടെ ഇരുന്നു. 2 അമ്മാമ്മമാരും ഉമ്മ കൊടുത്തു. ചിന്നമ്മ ഉമ്മ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളെ ഫുഡ് വന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഈ ലൊക്കേഷൻ കാവനാടാണ്. അപ്പോൾ ഇവർ പുതിയൊരു ഔട്ട്ലെറ്റ് അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കണേ. നല്ല HFC എന്നാണ് പേര്. KFC പോലെ ഒരു HFC. അപ്പം കാവനാട് ക്രൗൺ ബേക്കറിയുടെ തൊട്ടടുത്താണ്. നല്ല ഫുഡായിരുന്നു. ഞങ്ങളെല്ലാം കഴിച്ചു. ഋതു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആളാണ്. അത് മതി ഋതുവിന്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബർഗറും കൂടെ ഓർഡർ ചെയ്ത് എല്ലാവരും അതും കഴിച്ചു. അപ്പം വീണ്ടും മെറീനെ കുട്ടിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഹാപ്പി ഈവനിങ്. അപ്പം ആരോൺ കുട്ടന് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വലിയ സന്തോഷം. അപ്പോൾ ഓക്കെ, ബായ്.